ഹലോ, ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അംബ്രല്ല സ്കേർട്ട്. ഇവിടെ ലെങ്ത്ത് ഒരു 39 വരുന്ന ഒരാളുടെ സ്കേർട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് 2.25 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ ഭാഗം അതുപോലെ മടക്കി കൊടുക്കുക, കറക്റ്റ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. ഹിപ്പ് റൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം അത് ഇലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. കാരണം ലെങ്ത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ലെങ്ത്ത് 40 ഉള്ളവർക്ക് 40 വെക്കാം, 41 ഉള്ളവർക്ക് 41 വെക്കാം. അങ്ങനെ ഇതുപോലെ ഫോൾഡ് വരുന്ന ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തേക്ക് കോൺ ഷേപ്പിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കി വെക്കണ മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഹിപ്പ് റൗണ്ട് 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 10 ഇഞ്ച് എവിടെ വരുന്നത് ആദ്യം ജസ്റ്റ് നോട്ട് ചെയ്യുക. അതുപോലെ നോട്ട് ചെയ്ത ശേഷം അവിടെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കോൺ പോർഷൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് ആ ഒരു 13 ഇഞ്ച് എത്രയാണ് കിട്ടിയിട്ടുള്ളത് ഫുൾ റൗണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് നോക്കുക എത്രയാണ്. 10 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് 10 ഇഞ്ചിലിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹിപ്പ് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഫുൾ റൗണ്ട് 40 ഇഞ്ചാണ് വരിക. ഒരുവിധം മാക്സിമം ഒരു മീഡിയം സൈസ് തടിയുള്ള ആൾക്കാർക്ക് നല്ല ഒരുവിധം എല്ലാവർക്കും ഇത് സെറ്റാവും കേട്ടോ. ഇനി നമ്മൾ ഈ ഓരോ ഭാഗങ്ങൾ വെച്ചിട്ട് 38 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ പോയിൻ്റ് ചെയ്യണത്. എനിക്ക് ഫുൾ ലെങ്ത്ത് 39 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 1 ഇഞ്ച് എലാസ്റ്റിക്കായിട്ട് പോകും കേട്ടോ. അടിഭാഗം മടക്കി അടിക്കുകയല്ല, ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് 38 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ കട്ട് ചെയ്തെടുക്കുകയാണ്. മുകളിലെ പോർഷനും ഹിപ്പ് റൗണ്ടും അതുപോലെ അടിഭാഗവും കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് 44 ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇത് 39, 38, 37 ഇഞ്ച് ലെങ്ത്തൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ അടിഭാഗത്ത് അതുപോലെ ഒരു കട്ട് പീസ് കൊടുക്കേണ്ടി വരും. ചെറിയ കുട്ടികൾക്ക് ആവശ്യം വരില്ല. ഒരു 37 ലെങ്ത്ത് മുതൽ അല്ലെങ്കിൽ 36 ലെങ്ത്ത് മുതൽ എല്ലാവർക്കും ഇതുപോലെ ഒരു കട്ട് പീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റാണോ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ അധികം വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. കാരണം നമുക്ക് ആ ജോയിൻറ്റിൽ സ്റ്റിച്ചിങ് വരുമ്പോൾ കുറച്ച് കമ്മി വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1 ഇഞ്ച് അധികം വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കുക. അത് നെറ്റ് ആയതുകൊണ്ട് പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാണ്ടോ, ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ അടിഭാഗത്തും നമുക്ക് ഇതുപോലെ വരുന്നുണ്ട്. എപ്പോഴും ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ 38 ഇഞ്ചിലാണ് നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 36 ഇഞ്ചിൽ മതി ലൈനിങ് കേട്ടോ. ലെങ്ത്ത് കട്ട് ചെയ്യൽ ആ ഒരു ചേഞ്ച് മാത്രം നിങ്ങൾ വരുത്തണം. നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നിവർത്തി വെച്ച ശേഷം നമുക്ക് എവിടെയാണോ ആ ഒരു കട്ട് പീസ് കൊടുക്കേണ്ടത് അവിടെ ഇതുപോലെ നല്ല വശം ഒരുമിപ്പിച്ച് വെച്ച ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, അടിഭാഗത്താണ് കേട്ടോ. ആ ഒരു ഫോൾഡിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ കട്ട് പീസ് വരിക. അത് എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണേ. ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും ലാസ്റ്റ് കട്ട് പീസ് അധികം വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഒരിക്കലും കട്ട് പീസ് കമ്മി വരരുത് കേട്ടോ. കറക്റ്റ് ആവണം. കാരണം നമ്മളെ സ്കേർട്ടിൻ്റെ അടിഭാഗത്തെ റൗണ്ടിനെ അത് ബാധിക്കും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിനൊരു മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക. എപ്പോഴും ഈ സ്റ്റിച്ചിങ് വളരെ നീറ്റായിട്ടിരിക്കണം കേട്ടോ. കാരണം ഇത് സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് കാണുന്ന ഭാഗമാണ്. ഇത് പ്രിൻ്റ് ടൈപ്പ് സ്കേർട്ടാണെങ്കിൽ അത്ര തന്നെ പ്രശ്നം വരില്ല. അത് നെറ്റ് ഇതിനൊരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അവർ തന്ന മെറ്റീരിയലാണിത്. കാണാണ്ട്. അപ്പോൾ ആ സ്റ്റിച്ചിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് സ്കേർട്ട് കിട്ടുക. വൺ സൈഡ് ഓപ്പണും ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്തേക്കാണ് കേട്ടോ ആ ഒരു കട്ടിങ് വരുന്നത്. കാണാണ്ടോ, ഇതുപോലെയാണ് കട്ടിങ് വരിക. ഇനി നമുക്ക് ആ ഒരു സൈഡും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കാം. മറ്റേ സൈഡും കൂടി അത് എത്ര ഇഞ്ചിലാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏറ്റവും വക്കിന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. 1 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. കാരണം ഇത് എലാസ്റ്റിക് ടൈപ്പാണ് സ്കേർട്ട് വരുന്നത്. ഫുൾ റൗണ്ട് 40 ഇഞ്ചും വരുന്നുണ്ട്. 40 ഇഞ്ചൊക്കെ അത്യാവശ്യമുണ്ട്.
പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വൺ സൈഡേ ഞാൻ അതിന് എലാസ്റ്റിക് കൊടുക്കണുള്ളൂ, ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്നില്ല, ബാക്കിലാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈനിങ്ങിൻ്റെ ഹിപ്പ് റൗണ്ടും നെറ്റിൻ്റെ ഹിപ്പ് റൗണ്ടും ഒരേ വീതിക്ക് വേണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇപ്പോൾ ഇതുപോലെ ഞാൻ നെറ്റും ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കാണാണ്ടോ, രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നെറ്റിൻ്റെ ഉള്ളിലോട്ട് ബാക്ക് സൈഡിലോട്ട് ലൈനിങ് വെച്ച് കൊടുക്കുക, കാണാണ്ടോ. ഇതുപോലെ വെച്ച ശേഷം രണ്ട് ജോയിൻ്റ് ഭാഗം ഒരുമിപ്പിച്ച് വെക്കുക. ഇനി ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എങ്ങനെയാണ് ലൈനിങ്ങും നെറ്റും വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ നെറ്റിൻ്റെ ഉള്ളിലോട്ട് ലൈനിങ് വെച്ചിട്ട് രണ്ട് തുമ്പ് കാണുന്ന രീതിയിൽ ഇതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇപ്പോൾ നമ്മളെ സ്കേർട്ട് സ്റ്റിച്ചിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്, ഇത്രയും സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. ഇനി നമ്മളെ ബാൻഡ് എലാസ്റ്റിക് കൊടുക്കണ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു മുളടി ഇട്ട് കൊടുക്കണത്. ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം കാണാണ്ടോ, ഇതുപോലെ മുളടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലോട്ടുള്ള ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ആ ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ അളവ് ഒരിക്കലും തെറ്റാൻ പാടില്ല. 20 ഇഞ്ചാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ ലൈനിങ് ഒന്ന് മടക്കി വെച്ച ശേഷം കറക്റ്റ് 20 ഇഞ്ച് കാണാനുണ്ടോ, ഇതുപോലെ മടക്കി വെച്ച ശേഷം 20 ഇഞ്ചിൽ നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് വേണം കേട്ടോ, കാണാണ്ട് 20 ഇഞ്ചിൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ വീതി കൊടുക്കാൻ. ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് കേട്ടോ. 20 ഇഞ്ച് കൂടെ ഒരു ഇഞ്ചോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് 2 വക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് അതോട്ട്. ഇനി 2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ച്, കാരണം 2ൻ്റെ ഇരട്ടി 4ആണ്, ആയിക്കോട്ടെ 1 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്, അതോട്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നെറ്റ് ഫാബ്രിക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ ആ നെറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ്ങും നെറ്റും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമ്മൾ ഒരുമിപ്പിച്ച് വെച്ച ശേഷം വക്കൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളെ എലാസ്റ്റിക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ വരുന്ന ലൈനിങ് പീസുകൾ വരുന്നതൊക്കെ ഒരുവിധം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. കാണാണ്ടോ, ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മടക്കി വെച്ച ശേഷം അതിൻ്റെ 2 സൈഡും വക്ക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പും ബാലൻസ് മെറ്റീരിയലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബാൻഡിൻ്റെ വീതി സ്കേർട്ടിൻ്റെ ഹിപ്പ് റൗണ്ട് കറക്റ്റ് ആവണം കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടാണ്. ചിലപ്പോൾ കമ്മിയായി വരും, സ്റ്റിച്ചിങ് വരുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് വരും. ഒരിക്കലും വലിച്ചു പിടിക്കരുത്, വലിച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ ഈ കണക്കൊക്കെ തെറ്റുക. ഇനി കാണാണ്ടോ, ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ നമ്മളിത് ബാൻഡിൻ്റെ പോർഷൻ വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ചെയ്യണത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ചിലപ്പോൾ ഞാൻ പറയണതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരും, പക്ഷേ ഞാൻ ചെയ്യണ മെത്തേഡ് അതേപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലോട്ട് ബാൻഡിൻ്റെ നല്ല സൈഡാണ് കേട്ടോ ഒരുമിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരിക്കലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ താഴത്തെ എന്താ പറയുക സ്കേർട്ടിൻ്റെ ഭാഗം ഒരിക്കലും വലിച്ചു പിടിക്കരുത് കേട്ടോ. കാരണം ഇതൊരു ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് ഇലാസ്റ്റിക് ടൈപ്പ് ആവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവില്ല. ഔട്ട് രണ്ടിനെയും നീറ്റാക്കിയിട്ട് ഫ്രീ ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാണാണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് കൊടുക്കാനുള്ളത്. പക്ഷേ ഞാൻ 1 സൈഡ് എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ എലാസ്റ്റിക് കൊടുക്കണില്ല, ബാക്കിലോട്ട് മാത്രമാണ് എലാസ്റ്റിക് കൊടുക്കുന്നത്. ഇനി ഫുൾ കവർ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ഞാൻ പാൻറ്റിന് എലാസ്റ്റിക് വെക്കണ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫോളോ ചെയ്താൽ മതിയോ. കാണാണ്ടോ, ഇതുപോലെ ഫോൾഡ് വരുന്ന ഭാഗത്ത് നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 15 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ശേഷമുള്ള ഭാഗത്താണ് കേട്ടോ ഞാൻ എലാസ്റ്റിക് കൊടുക്കുന്നത്. ഇതുപോലെ കാണാണ്ടോ 15 ഇഞ്ച് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നല്ല വശം പാവാടിൻ്റെ നല്ല വശം വെച്ചിട്ട് വേണം കേട്ടോ അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ.
നമ്മൾ ഫസ്റ്റ് ക്രോസ് പീസ് മറ്റേ ബാൻഡിൻ്റെ ആ ഒരു പീസ് ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ടും അത് കഴിഞ്ഞിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാണ്ട് നല്ല സൈഡിലോട്ടാണ് വരുന്നത്. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. നെറ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അത് പിടിച്ചാൽ കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല കേട്ടോ, ഭയങ്കര ടാസ്ക്കാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ജോയിൻറ്റ് എത്തുന്ന ആ ഒരു ഭാഗത്തുമ്പോൾ നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു എലാസ്റ്റിക് ഒരു 12 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇതൊരു നമ്മളെ വേസ്റ്റിൻ്റെ ഒരു ഭാഗം, നമ്മൾ സ്കേർട്ട് എവിടെയാണോ ഇടുന്നത് ആ ഒരു ഭാഗം ഈ ഒരു വ്യക്തിക്ക് അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്നത് ഒരു 28 ഇഞ്ചൊക്കെ ആയിട്ടാണ് കേട്ടോ വരിക. ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കുക എലാസ്റ്റിക്കിന്. ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ എങ്ങനെയാണോ പാൻറ്റിന് എലാസ്റ്റിക്കൊക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എലാസ്റ്റിക്കുമ്മ തട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇലാസ്റ്റിക്കുമ്മ തട്ടാതെ മാക്സിമം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാണ്ടോ, ഇതിപ്പോൾ ഒരു വേസ്റ്റ് റൗണ്ട് എന്ന് പറയാൻ നമ്മൾ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് ആ ഒരു വ്യക്തിൻ്റെ ഒരു വേസ്റ്റ് എന്ന് പറയണത് 28 അല്ലെങ്കിൽ ഒരു 29 ഇഞ്ച് വരുന്ന ഒരു വ്യക്തിക്ക് ഇത് കറക്റ്റ് ആവും കേട്ടോ. ഇനി അതുമല്ല അത്യാവശ്യം ഫിറ്റായിട്ട് കിടക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വേസ്റ്റ് റൗണ്ട് ഒരു 30-31 വരുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആവുന്നത്. ഇതുപോലെ ഫുൾ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാനുണ്ടോ, നമ്മുടെ പോയിൻ്റ് അത് അവിടെ വന്നിട്ടുണ്ട്. ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിൻറ്റിനേക്കാളും കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിങ് പോയിൻറ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് എലാസ്റ്റിക് കുറച്ച് നീക്കി വെച്ച് കൊടുക്കണം. കാണാണ്ടോ, അവിടെയാണ് ഇപ്പോൾ എലാസ്റ്റിക് നിൽക്കുന്നത്. ഇനി നമ്മളെ പോയിൻ്റ് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച ശേഷം അവിടെയും ഇതുപോലെ ഇട്ട ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കാണാണ്ടോ, ഇപ്പോൾ നമ്മുടെ എലാസ്റ്റിക് സ്റ്റിച്ചിങ് നല്ല സ്കേർട്ട് സ്റ്റിച്ചിങ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. ഈ എലാസ്റ്റിക്കിൻ്റെ പോയിൻ്റ് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുള്ളൂ. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കാണാണ്ടോ, ഫ്രണ്ട് പോർഷന് എലാസ്റ്റിക് ഇല്ലാണ്ട് ബാക്ക് പോർഷന് എലാസ്റ്റിക് വന്നിട്ടുമാണ് ഈ ഒരു സ്കേർട്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം കാണാണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഞാൻ ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഏറ്റവും ചെറിയ സ്റ്റിച്ചിലിട്ടിട്ട് പിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാക്സിമം നോക്കാം കേട്ടോ. അപ്പോഴേ ഈ സ്കേർട്ടിന് ഭംഗി കിട്ടുള്ളൂ. ഇതെനിക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ അടിഭാഗം വരിക. ലൈനിങ്ങും ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ വരുന്നത്. കാണാണ്ടോ, ഫ്രണ്ടിൽ ബോർഡറും ബാക്കിൽ എലാസ്റ്റിക്കും. ഇതുപോലെ എല്ലാവരും ഈ മെഷർമെൻറ്റ് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോസിലും കാണാം. ഓക്കേ.